എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമുക്ക് മലയാളം ടൈപ്പിംഗ് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇത് ഉബുണ്ടു 18.04 വെർഷനാണ്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ കിഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എടുക്കുക. അതിൽ KTouch എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ KTouch ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇതുപോലൊരു വിൻഡോ ആണ് ഉണ്ടാവുക. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഐ ഹാവ് നോ ഓർ ഓൺലി വെരി ലിറ്റിൽ എക്സ്പീരിയൻസ് ഇൻ മെഷീൻ ടൈപ്പിംഗ്. നമുക്ക് തീരെ എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിന് മുന്നായിട്ട് നമ്മളിവിടെ പേര് നമ്മൾ കൊടുക്കണം. ഉദാഹരണത്തിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, അഖിൽ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പം എനിക്ക് ഐ ഹാവ് നോ ഓർ ഓൺലി വെരി ലിറ്റിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാനവിടെ ഒന്നാമത്തെ ബോക്സിൽ ടിക്ക് ചെയ്തു. ശേഷം സ്റ്റാർട്ട് ട്രെയിനിങ് കൊടുത്തു. സ്റ്റാർട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെസൺ വൈസ് ആയിട്ടാണ് ഇവിടെ നമുക്ക് വിൻഡോയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലെസൺ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മലയാളമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ EN എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മലയാളം എന്നുള്ള കീബോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലെസൺസ് എല്ലാം മലയാളത്തിൽ വന്നിട്ടുള്ളതായിട്ട്. അപ്പോൾ ഇത് ഓരോ ലെസൺസാണ്. ഒരു ലെസൺ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ലെസൺസ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം വലതു കൈ ഉപയോഗിച്ച് നടുനിര കീകൾ. അപ്പോൾ ഞാനതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പണായി വന്നത് കാണാം, വലതു കൈ ഉപയോഗിച്ച് നടുനിര കീകൾ. അപ്പോൾ ഞാൻ ഇതിൽ ക എന്ന അക്ഷരമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം താഴെയുള്ള അക്ഷരങ്ങളൊക്കെ ക, ര, കര, രക, കര തുടങ്ങിയ അക്ഷരങ്ങൾ, തര. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക എന്ന അക്ഷരത്തിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യണം, ടൈപ്പ് ചെയ്യേണ്ടത്. K എന്ന അക്ഷരമാണ് കായ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ K ടൈപ്പ് ചെയ്തു, പിന്നെ സ്പേസ് കൊടുത്തു, വീണ്ടും K കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്യുറസി എത്ര ഉണ്ടെന്ന് നമുക്ക് തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്പേസ് കൊടുത്തു, വീണ്ടും K ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നടുനിര കീ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ള് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോകാൻ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. രണ്ടാമത്തെ വരിയിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും ര എന്ന അക്ഷരമാണ്. അപ്പോൾ K എന്ന അക്ഷരം കായ്ക്ക് ഉപയോഗിച്ചു. ര എന്ന അക്ഷരത്തിന് വേണ്ടിയിട്ട് J ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ J ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ര വന്നു, സ്പേസ്. ഓക്കെ, നമുക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ര എന്ന അക്ഷരം ടൈപ്പിംഗ് ചെയ്യാം. ഓക്കെ, സ്പേസ് കൊടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം വീണ്ടും എൻ്റർ കൊടുക്കുമ്പോൾ കര, നമ്മൾ കായും പഠിച്ചു, രായും പഠിച്ചു. അപ്പോൾ K കൊടുത്തു, അതുപോലെ J കൊടുത്തു. അപ്പോൾ കര എന്നുള്ള അക്ഷരമായിട്ട് വീണ്ടും സ്പേസ് കൊടുത്തു, വീണ്ടും KJ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. നടുനിര കീകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, അടുത്ത വരിയിലേക്ക് പോകാൻ എൻ്റർ പ്രസ് ചെയ്തു. വീണ്ടും പിന്നെ അവിടെ തിരിച്ചാണ് വരുന്നത്, രക, കര, അങ്ങനെയാണ് വരിക. അപ്പോൾ ഓക്കെ, നമുക്ക് അറിയാമല്ലോ ടൈപ്പ് ചെയ്യാൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തൊട്ട് താഴെ ഒരു റെഡ് മാർക്ക് നമുക്ക് താഴെ കാണാൻ സാധിക്കും, അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് മായ്ക്കാം. കണ്ടില്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ലെയർ കംപ്ലീറ്റ് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെസണിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ഓരോ കീപാഡും നമുക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.